പേളിന് പകരം വെക്കാൻ ഒരു കമ്പനിക്ക് തൽക്കാലം പറ്റില്ല. അത്ര സെറ്റപ്പിൽ ആരും ഇവിടെ ഇല്ല. രവികുമാർ സാറുണ്ടല്ലോ, രവികുമാർ സാറ് ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലെ ആളാണ്. അയാളൊന്നും ഒരിക്കലും ഒരു വേണ്ടാത്തൊരു 10 വയസ്സ് ഒരാൾ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ സജീവമായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ കണ്ടു സംസാരിച്ചിട്ട് മൂപ്പര് പ്രൊമോട്ട് ചെയ്യുന്നില്ല, മൂപ്പര് ബിസിനസ് ചെയ്യുന്നില്ല. കാര്യം സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ ഒരാളോട് പോലും പറയുന്നില്ല. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൺവിഷൻ വന്നിട്ടില്ല. ഇത് റോക്ക്ചൈൽഡ് ഫാമിലിയാണോ, ഇതിൻ്റെ പിന്നിൽ ഇത്ര വലിയ ആൾക്കാരുണ്ടോ, ബിറ്റ്കോയിൻ്റെ ആൾക്കാരാണോ എന്നൊരു ഡൗട്ട് തന്നെ അയക്കുന്നുണ്ടായിരുന്നു. അവസാനം ഭാഗ്യത്തിന് നമ്മുടെ ഭാഗത്തിനാണ് ഏകയും വരുന്നതായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ആ ഗെയിമിൽ നിന്ന് സാറ് ശരിക്കും ഇത് ആരുതാണ് അന്വേഷിക്കുന്നത്. ആ റൂമിൽ പോയിട്ടാണ് മുമ്പ് ലാസ്റ്റ് എല്ലാം മനസ്സിലായി എല്ലാം എഴുതാണ് ഗെയിമാണ് തുടങ്ങുന്നത്. ഇന്ത്യയിൽ നമ്മൾ ജയിക്കാത്തത് ഇവർക്ക് ഗവൺമെന്റിലുള്ള അത്രയും സാധ്യതയുണ്ട്. ഡൽഹിയിൽ ഒരു കമ്പനി ഉണ്ട്, അത് ഗുപ്ത ഫാമിലി പറയും, ഭയങ്കര റിച്ചാണ്. ജനന്മാരെ പോലത്തെ ഗ്രൂപ്പാണ്. അവരാണ് ഇവരെ ശരിക്കാക്കുന്നത്. അവർ ഇന്ത്യയിലുള്ള എല്ലാ പ്രമുഖ വ്യക്തികളും അഡ്വൈസർ കൊടുക്കുന്ന ആൾക്കാരാണ് എല്ലാ പ്രസ്ഥാനത്തിലും. ബിറ്റ്കോയിൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറിമാരായിരുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൊക്കക്കോള അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ഇങ്ങനത്തെ കമ്പനിയിലെ അവരെ അക്കൗണ്ട് നോക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുണ്ടല്ലോ, അവരാണ് ഇത് കമ്മ്യൂണിറ്റി കിട്ടുന്നത്. അങ്ങനെയാണ് ഫിനാൻസ് മിനിസ്റ്റർ സീതാറാമൻ അവർ ലണ്ടനിൽ ഒരു വലിയ കമ്പനിയിലെ സെക്രട്ടറി വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ട്. ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ CA വെച്ചില്ല, അവർക്കൊന്നും അറിയില്ല. വലിയ വലിയ അംബാനിയെ പോലത്തെ കമ്പനികളെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെല്ലാം ഇവരെ എല്ലാം ഉള്ളവരെ അവർക്കെല്ലാം അറിയാം. ഇവിടെ തന്നെ എന്താ നടക്കാൻ പോകുന്നത്, നടക്കുന്നില്ല അവർക്കറിയാം. ഒരു കമ്പനി അങ്ങോട്ട് പോകുന്ന അവർ മനസ്സിലാക്കുന്നില്ല. അതുപോലെ ഇൻഡസ്ട്രി അങ്ങോട്ടാ പോകുന്ന കാര്യം കൃത്യമായി പരിശോധിച്ചല്ലേ. DP ഒക്കെ പോയി സുരേഷ് സാറ് DPയിൽ അന്വേഷിച്ചിട്ട് നമ്മൾ സുരേഷ് സാറ് ചെന്നൈയിൽ ഇവിടെ ഇതിൻ്റെ ഒരു കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബിറ്റ്കോയിൻ അയാൾ കമ്മ്യൂണിറ്റിയിലുണ്ട് അന്വേഷിച്ച് പിടിച്ച് നമ്മളെ നരസിംഹൻ സാറില്ലേ തമിഴ്നാട്ടിലെ ഒരു എക്സ്പെർട്ടാണ്, അയാളെയും കൂട്ടി മൂപ്പരെ കണ്ടപ്പോൾ അയാൾ 200 കോടി ബിറ്റ്കോയിൻ അയാളെ കയ്യിലുണ്ടാക്കി. तिनका था हमने सवारा अपनी वो माटी और घर बारा, लुट रहा ये चमन अपना वतन आंखों से अपनी, लुट रहा ये चमन अपना वतन आंखों से अपनी। संकल्प बोल के हम तो निकल पड़े, हर द्वार खोल के गगन गए विजयी भव, विजयी भव, गगन गए विजयी भव।
പ്രോഗ്രാമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാവരും വലിയൊരു എക്സൈറ്റ്മെന്റിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്താണ് പഴയ ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞ്, പുതിയ ആൾക്കാരുടെ കാര്യം പറഞ്ഞ്, വെൽബിൻ ഇന്റർനാഷണൽ എന്താണ്, PVC മെറ്റി എന്താണ്, ഇതിന്റെ സാധ്യതകൾ എന്താണ് ഇതൊക്കെ നമ്മുടെ അശോകൻ സാർ വളരെ വിശദമായി തന്നെ ഇന്ന് സംസാരിച്ചു. അതിന്റെ ഒരു വൈബ് എക്സൈറ്റ്മെന്റ് എല്ലാവരുടെയും മുഖത്ത് കാണാൻ പോകുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും ഈ മെറ്റാക്രാഫ്റ്റ് പദവി ലഭിച്ച ഈ നമ്മുടെ ഈ അസോസിയേഷനെ അങ്ങേയറ്റം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ചുവടുവെപ്പും അശോകൻ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരും വലിയ വലിയ അച്ചീവ്മെന്റിലേക്കും വലിയ വലിയ പ്ലാനിങ്ങിലേക്കാണ് പോകുന്നത്. എല്ലാവരും വളരെ ആവേശത്തിലാണ്, വളരെ ഉത്സാഹത്തിലാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫാമിലി തന്നെയാണ് ശരിക്കും, അതിലൊരു തർക്കമില്ല. നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഇത് വന്നാൽ ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഇതൊരു കൂട്ടായ്മയാണ്. അശോക് സാർ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു വീടോ കാര്യങ്ങളോ നമ്മൾ ഇനി ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കോടാനുകോടികൾ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർ നമ്മളൊരു വീടൊന്നും എടുക്കണമെങ്കിൽ ഒരു പ്രശ്നമല്ല. നമ്മുടെ 50 ആൾ വിചാരിച്ചാൽ 50 ലക്ഷം, 100 ആൾ വിചാരിച്ചാൽ 1 കോടി ഇവിടെ എടുക്കാം. ഇതിന്റെയൊക്കെ ഇങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിലേക്കും കാര്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് അശോക് സാർ. അതുകൊണ്ടാണ് അതിനാണ് ക്രീമായിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതൊരു സംശയമുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും വളരെ സന്തോഷം. എല്ലാവരും നല്ല ആവേശത്തിലാണ്, വളരെ ഇതിലാണുള്ളത്. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഏറ്റവും വലിയ വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.